ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ ആദ്യമായി ഏത് കൊലക്കേസിലെ മുഴുവൻ പ്രതികൾക്കുമാണ് വധശിക്ഷ വിധിച്ചത്? രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസ്. കേരളത്തിൽ ആദ്യമായി രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിലെ മുഴുവൻ പ്രതികൾക്കുമാണ് വധശിക്ഷ വിധിച്ചത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയാണ് ഈ ശിക്ഷ വിധിച്ചത്. പ്രതികളായ 15 പേർക്കാണ് കോടതി വധശിക്ഷ വിധിച്ചത്. 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ പോലീസ് സ്റ്റേഷനാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. മലപ്പുറം ജില്ലയിലാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. ദേശീയ തലത്തിൽ 9ാം സ്ഥാനവും സംസ്ഥാനത്ത് 1ാം സ്ഥാനവുമാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷന് ലഭിച്ചത്. ജനുവരിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വ്യക്തി ആരാണ്? സത്നം സിംഗ് സന്ധു. ചണ്ഡീഗഡിൽ നിന്നുള്ള സത്നം സിംഗ് സന്ധുവിനെയാണ് 2024 ജനുവരിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. ചണ്ഡീഗഡ് സർവകലാശാല സ്ഥാപക ചാൻസലറാണ് സത്നം സിംഗ് സന്ധു. ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണന്മാരിൽ ഒരാളാണ് സത്നം സിംഗ് സന്ധു. റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഒഡീഷ സംസ്ഥാനത്തിൻ്റെ ടാബ്ലോയ്ക്കാണ് 2024 റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. പീപ്പിൾസ് ചോയ്സ് വിഭാഗത്തിൽ ഗുജറാത്തിൻ്റെ ടാബ്ലോയ്ക്കാണ് 1ാം സ്ഥാനം ലഭിച്ചത്. കേന്ദ്ര സർക്കാർ വകുപ്പുകളിൽ 1ാം സ്ഥാനം സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ ടാബ്ലോയ്ക്കും 2ാം സ്ഥാനം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ടാബ്ലോയ്ക്കുമാണ് ലഭിച്ചത്. ാമത് കേരള പോലീസ് കായികമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച സംസ്ഥാന പോലീസ് കബഡി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കൾ ആരാണ്? കാസർഗോഡ് ജില്ലാ ടീം. 47ാമത് കേരള പോലീസ് കായികമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച സംസ്ഥാന പോലീസ് കബഡി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ടീം കാസർഗോഡ് ജില്ലാ ടീമാണ്. കണ്ണൂർ ജില്ലാ ടീമാണ് റണ്ണറപ്പ്. ട്രാൻസ്പാരൻസി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 93ാമത്. ട്രാൻസ്പാരൻസി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 93ാമതാണ്. അഴിമതി ഏറ്റവും കുറവുള്ള രാജ്യം ഡെൻമാർക്കാണ്. ഫിൻലാൻഡ്, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് 2, 3 സ്ഥാനങ്ങളിൽ. അഴിമതി ഏറ്റവും കുറവുള്ള രാജ്യം ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ്. അഴിമതി ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം സൊമാലിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹിമപുലി സർവേ പ്രകാരം രാജ്യത്തുള്ള ആകെ ഹിമപുലികളുടെ എണ്ണം എത്രയാണ്? 718 എണ്ണം. ഇന്ത്യയിലെ ആദ്യത്തെ ഹിമപുലി സർവേ പ്രകാരം രാജ്യത്തുള്ള ആകെ ഹിമപുലികളുടെ എണ്ണം 718 എണ്ണമാണ്.
ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ളത് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലാണ്. ലഡാക്കിൽ 477 ഹിമപ്പുലികളാണ് ഉള്ളത്. ഹിമപ്പുലികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൽ 124 ഹിമപ്പുലികളാണ് ഉള്ളത്. ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് മരണാനന്തര അവയവദാനം നടത്തുന്നവരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുന്നത്? തമിഴ്നാട്. തമിഴ്നാട് സംസ്ഥാനമാണ് മരണാനന്തര അവയവദാനം നടത്തുന്നവരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം നടക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. 2008 തമിഴ്നാട്ടിൽ മരണാനന്തര അവയവദാന പദ്ധതി തുടങ്ങിയത്. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയുടെ പേരെന്താണ്? സ്പർശ്. സ്പർശ് എന്ന പേരിലുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി. ജനുവരി 30 ദേശീയ കുഷ്ഠരോഗ ദിനം. കേന്ദ്ര സർക്കാർ 2023 ഏപ്രിൽ മുതൽ ആരംഭിച്ച സ്ത്രീകൾക്കായുള്ള ചെറു നിക്ഷേപ പദ്ധതിയുടെ പേരെന്താണ്? മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. കേന്ദ്ര സർക്കാർ 2023 ഏപ്രിൽ മുതൽ ആരംഭിച്ച സ്ത്രീകൾക്കായുള്ള ചെറു നിക്ഷേപ പദ്ധതിയുടെ പേരാണ് മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. വനിതകളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. മഹാരാഷ്ട്ര സംസ്ഥാനമാണ് ഈ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ അക്കൗണ്ടുകൾ ആരംഭിച്ചത്. തമിഴ്നാടും ഒഡീഷയുമാണ് 2, 3 സ്ഥാനങ്ങളിൽ. കർണാടകയുടെ സാംസ്കാരിക നേതാവായി 2024 ജനുവരിയിൽ പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തി ആരാണ്? ബസവേശ്വര. ബസവേശ്വരയാണ് കർണാടകയുടെ സാംസ്കാരിക നേതാവായി 2024 ജനുവരിയിൽ പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തി. വീരശൈവ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ബസവേശ്വര. ദേശീയ ഓപ്പൺ മത്സരത്തിലെ 20 കിലോമീറ്റർ നടത്തത്തിൽ സ്വന്തം ദേശീയ റെക്കോർഡ് തിരുത്തിയ കായിക താരം ആരാണ്? അക്ഷദീപ് സിംഗ്. പഞ്ചാബിന്റെ അക്ഷദീപ് സിംഗ് ആണ് ദേശീയ ഓപ്പൺ മത്സരത്തിലെ 20 കിലോമീറ്റർ നടത്തത്തിൽ സ്വന്തം ദേശീയ റെക്കോർഡ് തിരുത്തിയ കായിക താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ വനിതാ 2020 ബൗളിംഗ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആരാണ്? ദീപ്തി ശർമ്മ. ഇന്ത്യൻ താരമായ ദീപ്തി ശർമ്മയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ വനിതാ 2020 ബൗളിംഗ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം. പാകിസ്ഥാന്റെ സാദിയ ഇക്ബാലും ദീപ്തി ശർമ്മയ്ക്കൊപ്പം 2ാം സ്ഥാനത്താണ് ഉള്ളത്. ഇംഗ്ലണ്ടിന്റെ സോഫിയ എക്ലൈസ്റ്റോൺ ആണ് 1ാം സ്ഥാനത്ത്. നാസയുടെ സേവനം അവസാനിപ്പിച്ച ഏത് ബഹിരാകാശ വാഹനമാണ് ലോസ് ആഞ്ചലീസിലെ സയൻസ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നത്? എൻഡവർ. നാസയുടെ സേവനം അവസാനിപ്പിച്ച എൻഡവർ എന്ന ബഹിരാകാശ വാഹനമാണ് ലോസ് ആഞ്ചലീസിലെ സയൻസ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുവാൻ തീരുമാനിച്ചത്. 1992 മുതൽ 2011 വരെ നാസയുടെ 25 ബഹിരാകാശ ദൗത്യങ്ങളിൽ പങ്കെടുത്ത വാഹനമാണ് എൻഡവർ. മനുഷ്യന്റെ തലച്ചോറിൽ വിജയകരമായി ചിപ്പ് ഘടിപ്പിച്ച അമേരിക്കൻ കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക്. അമേരിക്കൻ കമ്പനിയായ ന്യൂറാലിങ്ക് ആണ് മനുഷ്യന്റെ തലച്ചോറിൽ വിജയകരമായി ചിപ്പ് ഘടിപ്പിച്ച അമേരിക്കൻ കമ്പനി.
ടെസ്ല കമ്പനിയുടെ ഉടമ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ന്യൂറാലിങ്ക്. മനുഷ്യൻ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചിപ്പ് വഴി കമ്പ്യൂട്ടറിന്റെയോ ഫോണിന്റെയോ സഹായത്തോടെ പ്രാവർത്തികമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ടെലിപ്പതി എന്നാണ് ഈ ചിപ്പിന് കമ്പനി നൽകിയിരിക്കുന്ന പേര്. അമേരിക്കൻ കമ്പനിയായ ന്യൂറാലിങ്ക് മനുഷ്യന്റെ തലച്ചോറിൽ വിജയകരമായി ചിപ്പ് ഘടിപ്പിച്ച പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? പ്രൈം. പ്രൈം എന്നു പേരുള്ള പരീക്ഷണത്തിലൂടെയാണ് അമേരിക്കൻ കമ്പനിയായ ന്യൂറാലിങ്ക് മനുഷ്യന്റെ തലച്ചോറിൽ വിജയകരമായി ചിപ്പ് ഘടിപ്പിച്ചത്. പ്രിസൈസ് റോബോട്ടിക്കലി ഇംപ്ലാന്റഡ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്നതാണ് ഇതിന്റെ മുഴുവൻ പേര്. പ്രൈം എന്നതിന്റെ മുഴുവൻ പേരാണ് പ്രിസൈസ് റോബോട്ടിക്കലി ഇംപ്ലാന്റഡ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്നതാണ്. സൈഫർ രഹസ്യരേഖാ കേസിൽ 10 വർഷം തടവ് ശിക്ഷ ലഭിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണ്? ഇമ്രാൻഖാൻ. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാനാണ് സൈഫർ രഹസ്യരേഖാ കേസിൽ 10 വർഷം തടവ് ശിക്ഷ ലഭിച്ചത്. മുൻ പാക് വിദേശകാര്യമന്ത്രി ഷാ മഹമൂദ് ഖുറേഷിക്കും ഈ കേസിൽ ഇമ്രാൻഖാനോടൊപ്പം 10 വർഷം തടവ് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ തോഷഖാന അഴിമതി കേസിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിയാണ് ഇമ്രാൻഖാൻ. റോഡ് സുരക്ഷയ്ക്കായി പഞ്ചാബ് സംസ്ഥാനം രൂപീകരിക്കുന്ന സുരക്ഷാ സേനയുടെ പേരെന്താണ്? സഡക് സുരക്ഷാ സേന. റോഡ് സുരക്ഷയ്ക്കായി പഞ്ചാബ് സംസ്ഥാനം രൂപീകരിക്കുന്ന സുരക്ഷാ സേനയുടെ പേരാണ് സഡക് സുരക്ഷാ സേന. പുനരുപയോഗ സ്രോതസ്സുകളിലൂടെ 1000 മെഗാവാട്ടിൽ അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് 2024 ജനുവരിയിൽ റിന്യൂവബിൾ റിച്ച് സ്റ്റേറ്റ് എന്ന പദവി നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. കേരള സംസ്ഥാനമാണ് പുനരുപയോഗ സ്രോതസ്സുകളിലൂടെ 1000 മെഗാവാട്ടിൽ അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് 2024 ജനുവരിയിൽ റിന്യൂവബിൾ റിച്ച് സ്റ്റേറ്റ് എന്ന പദവി നേടിയ സംസ്ഥാനം. സൗരോർജത്തിൽ നിന്ന് 930 മെഗാവാട്ടും കാറ്റാടി നിലയങ്ങളിൽ നിന്ന് 77 മെഗാവാട്ടുമാണ് കേരളം ഉൽപ്പാദിപ്പിച്ചത്. ഇതോടെ ദേശീയ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി എടുക്കുന്നതിന് സംസ്ഥാനത്തിന് മുൻഗണന ലഭിക്കും. സൊമാലിയൻ കടക്കൊള്ളക്കാരിൽ നിന്നും ഇറാന്റെ മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ ഏത് കപ്പലാണ്? INS സുമിത്ര. സൊമാലിയൻ കടൽക്കൊള്ളക്കാരിൽ നിന്നും ഇറാന്റെ മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ INS സുമിത്ര എന്ന കപ്പലാണ്. 19 പാക് മത്സ്യത്തൊഴിലാളികളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. 2024 ലഡാക്കിൽ വെച്ച് നടക്കുന്ന ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഷീൻ ഇഷി എന്നു പേരുള്ള ഹിമ പുലിക്കുട്ടി. 2024 ലഡാക്കിൽ വെച്ച് നടക്കുന്ന ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് ഷീൻ ഇഷി എന്നു പേരുള്ള ഹിമ പുലിക്കുട്ടി. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.